പണ്ട് നമ്മുടെ എം എൻ കാരശ്ശേരി ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഈ പണ്ട് കാലത്ത് സിഖ് കലാപം നടന്നു വരുന്ന സമയത്ത് എം എൻ കാരശ്ശേരിയുടെ വീട്ടിൽ 2 സിഖ് വിദ്യാർത്ഥികൾ വന്നു. അപ്പം എനിക്ക് തോന്നുന്നു പുള്ളിയുടെ അടുത്ത് കൊച്ച്, അതെനിക്ക് പുള്ളിയുടെ മകനോ ചെറുമക്കളോ ആരോ എന്ന് അറിയത്തില്ല, ആ കുട്ടി വന്ന് എം എൻ കാരശ്ശേരിത്തോടാണ് കാണാനായിട്ട് 2 സിഖ് തീവ്രവാദികൾ വന്നിരിക്കുന്നു. പുള്ളി പിടിച്ചു. അപ്പൊ പുള്ളി ഇതായിട്ട് സ്റ്റക്ക്, സിഖ് തീവ്രവാദികൾ. ഫ്രണ്ട് വന്നപ്പോ 2 സിഖ് സ്റ്റുഡൻസ് ആണ്. അപ്പം തലേ കെട്ട് കണ്ട ഉടനെ ആ കൊച്ചുമാൻ വിചാരിക്കുകയാണ് സിഖ് തീവ്രവാദികൾ. കാര്യം അന്ന് പത്രത്തിലൊക്കെ എനിക്ക് തോന്നുന്നു സിഖ് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് സിഖ് എന്ന് പറയുന്നത് ഈ പയ്യൻ കേട്ടിട്ടുള്ളത് തന്നെ സിഖ് തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്. അപ്പൊ ഇതാണ് ശരിക്കും നമ്മുടെ കണ്ടീഷനിങ്ങിനെ കുറിച്ച് പറയുന്നത്. അപ്പം ഈ പിഞ്ചു മനസ്സ് നമുക്കറിയാലോ അത്രത്തോളം ബയസ്ഡായി തുടങ്ങിയിട്ടില്ല. അപ്പൊ അത്രയും ഇൻഫ്ലുവൻസ് ഈ കൊച്ചു മനസ്സിൽ വരെ വരാം വിരുദ്ധപരമായിട്ട്. അപ്പൊ അതാണ് ഒരു അഡൽട്ട്ഹുഡ് വരുമ്പോഴത്തേക്കും ഒരു വലിയ മാറ്റം സംഭവിക്കും. നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ കണ്ടീഷൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീംലി ബയസ്ഡ് ആയി പോകും നമ്മൾ പലരും. അപ്പം ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. ആക്ച്വലി റേസ് എന്നൊക്കെ പറയുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് കാലഘട്ടം മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പല പല റേസിൽപ്പെട്ട ആൾക്കാർ, പല പല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെല്ലാം ഒരുമിച്ച് പഠിക്കുകയും നമ്മുടെ ആ അപ്ബ്രിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ അവരെല്ലാം കാണുകയും ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിലൊരു വലിയ മാറ്റം സംഭവിക്കും.